ഇവിടെ വ്യക്തമായ രീതിയിൽ തന്നെ പ്രചരണം തുടക്കത്തിൽ തന്നെ ആരംഭിച്ച് കളം പിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് GR അനിൽ. നെടുമങ്ങാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ LDF-ന് വ്യക്തമായ ആധിപത്യമുള്ള ഒരു മണ്ഡലം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന്റെ ഏത് മൂലയിൽ പോയാലും ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആരംഭിച്ച പ്രവൃത്തികൾ കാണാൻ കഴിയും. 12 വർഷമായി കിട്ടിയിട്ടില്ല. ഞങ്ങൾ 12 വരെ കൊച്ചി വീട്ടിൽ കിടക്കാൻ ഇതുവരെ ഒരു വീട്ടുകാരെ ഞാൻ കിട്ടിയിട്ടില്ല. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് കൂടെ എത്തി വന്നത് വോട്ട് എല്ലാ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്കാണ് സാധനത്തിനെ വരെ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പുരോഗമനം കിട്ടായിട്ട് ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. 12 വരെ കൊച്ചി വീട്ടിൽ കിടക്കുന്നത് നിയമാനുസരണം എല്ലാവരും വീണ് അർഹത ഇല്ലാത്തവരും കൊടുത്ത് അർഹതയുള്ളവരെ കിട്ടിയിട്ടില്ല. ഈ സാട്ടോസ് 12 വർഷത്തിൽ കൂടുതലായി ഇതുവരെ ഞങ്ങൾ അവിടെ കയറി പ്രവർത്തിക്കുക. ഈ 12 വർഷം ഞങ്ങൾ വീട്ടിലാണ് മാളിറക്കുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ വാർഡ് മാർക്കറ്റ് വാർഡ് സഖാവെ പാർട്ടിമായിരുന്നാലും നിങ്ങളൊന്നും മുൻകെടുക്കാതെ നടക്കില്ലല്ലോ. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. മനസ്സിലായ സഹായം നമ്മൾ എന്തായിരുന്നാലും നിങ്ങൾ മുൻകൈ എടുത്താലേ നടക്കുള്ളൂ. സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. നമ്മൾ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഇതുപോലെ പല ആവശ്യങ്ങളും പരാതികളും ഒക്കെ ഉയരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അതിലേക്ക് നോക്കിക്കാണുന്നത്? അതെല്ലാം പരിഹരിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഞങ്ങളുടെ ഏത് വാർഡെന്നും ഏത് രാഷ്ട്രീയവും നോക്കിയിട്ടല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമെന്നതാണ് ഞങ്ങളുടെ നിലപാട്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കണമെന്നുള്ളതാണ്. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് ചില വാർഡ് കൗൺസിലർമാരെടുക്കും. അത്തരത്തിലൊരു വാർഡ് കൗൺസിലറുടെ ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം. നമ്മളൊപ്പമുള്ള കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്. അതിന് പരിഹാരം കാണാൻ, അദ്ദേഹത്തിന്റെ ഡിമാൻഡിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ജനങ്ങളുടെ ആശ്വാസകരമായിട്ടുള്ള നിലപാടുകളോടൊപ്പം നിന്ന ഗവൺമെന്റാണ്, അതിന്റെ പ്രതിനിധിയായിരുന്നു. മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ഉറപ്പാക്കി പട്ടിണി അകറ്റിയ നാടായി കേരളത്തെ മാറ്റിയ അതിന് ജനങ്ങളുടെ പിന്തുണ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്ത് ആശയം മുന്നോട്ട് വെച്ചായിരിക്കും പ്രചരണം മുന്നോട്ട് പോകുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് ഇനി വരുന്ന 5 വർഷക്കാലം ഗവൺമെന്റ്, LDF-ന്റെ ഗവൺമെന്റ് ഊന്നൽ കൊടുക്കുമെന്ന് പറയുകയുണ്ടായി. അതുപോലെ നാടിന്റെ സ്വപ്ന പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റം കുറിക്കാൻ കഴിയും. അതിന് ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം കേട്ടാ. തുടർച്ച വേണം. ആ പദ്ധതികളെല്ലാം വിജയിക്കണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇടതുപക്ഷത്തിന് തുടരുന്ന ഭരണം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.